أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون പുരുഷനിൽ നിന്ന് ശ്രവിക്കപ്പെടുന്ന 200 കോടി ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുകയാണ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ തീർച്ചയായും 3 ഇരുട്ടറകൾക്കുള്ളിൽ ഒരു കുഞ്ഞ് വളരുകയാണ്. രക്തപിണ്ഡം മാംസപിണ്ഡമായി ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്ത് ആ അസ്ഥിയെ വീണ്ടും കൊണ്ട് മാംസമായി പൊതിഞ്ഞ് ഒരു നല്ല സൃഷ്ടിയായി വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ ഒന്നും അറിയാത്തവനായി 16-ാം അധ്യായം 78-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ ഒന്നും അറിയാത്തവരായി ഈ ഭൂമിയിലേക്ക് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ വായു ശ്വസിച്ചവരാ നമ്മൾ. ഒരിക്കലും അല്ലാഹു നമ്മളോട് പണം ചോദിച്ചിട്ടില്ല, ബില്ല് നൽകിയിട്ടില്ല. നമ്മൾ ശ്വസിച്ച വായുവിന് കുടിച്ച വെള്ളത്തിന് പടച്ചതമ്പുരാൻ നമ്മളോട് കാശ് വാങ്ങിയിട്ടില്ല. പരമകാരുണികൻ, മോസ്റ്റ് മെർസിഫുൾ ആൻഡ് മോസ്റ്റ് ഗ്രേഷ്യസ്, പരമകാരുണികൻ, കരുണാവാരിധി, അളവറ്റ ദയാവരൻ, ലോകത്തിന്റെ സൃഷ്ടാവ്, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ അല്ലാഹു ഇല്ല, പടച്ചവനില്ല എന്ന് പ്രസംഗിക്കുന്ന യു കലാനാഥന് നാവ് കൊടുത്ത, സംസാര വൈഭവം കൊടുത്ത, ഭാഷാ വൈഭവം കൊടുത്ത, കൈകാലുകൾക്ക് ബലം നൽകിയ, ചിന്തിക്കാനുള്ള മാസ്റ്റർ ബ്രെയിൻ നൽകിയ ആ പടച്ചതമ്പുരാനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക, അതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നാം ഗൗരവമായി ചെയ്യേണ്ടത്. മുജാഹിദുകളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ദിവസവും പ്രഭാഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിധത്തിൽ എന്റെ ശബ്ദം മാറിപ്പോയതും നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത്. ഞാൻ പറയുന്നത്, നമുക്കൊരു മഹാദൗത്യമുണ്ട്. ഒരൊറ്റ ഹിന്ദു സഹോദരനും തൗഹീദ് അറിയാതെ മരിച്ചു പോകരുത്. അവന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാകും. മുസ്ലിങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത വിഷയങ്ങളിലെ തർക്കവും കാര്യവും അത് നടന്ന് ഒരുപാട് ആളുകൾ അതിനിടയിൽ മരിച്ചുപോകും. അവരെ കുറിച്ച് അല്ലാഹു നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് വേങ്ങരയിലെ മുജാഹിദുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നല്ല നല്ല പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കണം. എല്ലാ ആളുകൾക്കും മാനഭംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾ, കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും വയ്ക്കുന്ന മാതാപിതാക്കൾ, 2-3 വയസ്സുള്ള കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. കൊള്ളയും കൊലയും സാർവത്രികമാകുന്നു. അന്യായങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വാഹന ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നു. മദ്യപാനങ്ങൾ വർദ്ധിക്കുന്നു. ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളിൽ ആർത്തിരമ്പി മദ്യപിച്ച് ആക്സിഡന്റുകൾ സംഭവിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചിരിക്കുന്നു. ലക്ഷോപലക്ഷം ആളുകൾ ആത്മഹത്യകൾ ചെയ്യുന്നു. ഒരു വർഷത്തിൽ 9 ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ കേരളത്തിൽ പോലും ആത്മഹത്യയുടെ വക്കിലാണ് എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. ഈ മനുഷ്യ സമൂഹത്തോടെല്ലാം നമുക്ക് കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്. അവർക്കെല്ലാം സത്യത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കേണ്ട മഹത്തായ ഉത്തരവാദിത്വമുണ്ട്. അല്ലാഹു മഹാന്മാരെ സൃഷ്ടിച്ചത് അവരെ ആരാധിക്കാനല്ല, അവരെ ആദരിക്കാനാണ്. അവർ കടന്നുപോയ വഴിത്താരകൾ സ്വീകരിക്കാനാണ്. മൊയ്തീൻ ഷേഖ് അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. മുഹമ്മദ് നബിയെ രക്ഷകനായി മൊയ്തീൻ ഷേഖ് വിളിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. സന്താനങ്ങളില്ലാത്ത ദുഃഖം ഇബ്രാഹിം നബി നൂഹ് നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. ആദം നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. ഒരു ക്ഷേത്രത്തിലെ സന്നിധിയിലും അമ്പിയാക്കൾ കുട്ടികളെ കിട്ടാൻ വേണ്ടി തുലാഭാരം നടന്നിട്ടില്ല. വടക്കാഞ്ചേരിയിലെ അഹമ്മദ് ഹാജി കുട്ടിക്ക് വേണ്ടി ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയത് അനിസ്ലാമികമാണ്, ശിർക്കാണ്, ബൗദ്ധൈവത്വമാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അതെ, ഏത് മന്ത്രിയായിരുന്നാലും മനമ്പത്ത് ചെന്നോ മമ്പറത്ത് ചെന്നോ അവിടുത്തെ ദർഗയെ സിയാറത്ത് ചെയ്തോ അവിടുത്തെ മഹാനോട് പ്രാർത്ഥിച്ചുവോ എങ്കിൽ ആ സിയാറത്തിന്റെ മറവിൽ ചെയ്യുന്ന ശിർക്കല്ലാതാവില്ല. അയാളുടെ മന്ത്രിപദത്തിൽ എത്ര ഉയർന്നാലും, ഏത് വേദിയിലിരുന്നാലും, കേന്ദ്രമന്ത്രിയായാലും ഇനി പ്രധാനമന്ത്രിയായാലും പടച്ചോനെ കണക്കാ. അല്ലാഹുവിലും പങ്കു ചേർത്താൽ ഏത് മന്ത്രിയും MLA-യും MP-യും അള്ളാനെ സംബന്ധിച്ചിടത്തോളം കണക്കാ. ചെറ്റക്കുടലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാനെ മാത്രം ആരാധിച്ച് ജീവിച്ചാൽ അയാളെ അല്ലാഹു പരിഗണിക്കും. യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട. ഇവിടെ വ്യത്യസ്ത മുസ്ലിം സംഘടനകളോട് മഹത്തായ ഒരു ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാൻ.
അതീവ മഹത്തായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്താണ്? അദ്ദഅവതു ഇലല്ലാഹ് ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. സൂറത്ത് യൂസുഫിലെ മനോഹരമായ വചനമാണ് 108ാമത്തെ വചനം. ഞാനും എന്നെ പിൻപറ്റിയ എന്റെ അനുയായികളും നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. കറയില്ലാത്ത വിശ്വാസം, വർഗീയതയില്ലാത്ത വിശ്വാസം, ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും നശിക്കാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത ലോകത്തിന്റെ നീശാധികാരിയായ പടച്ചതമ്പുരാൻ ശ്രീരാമനോ ശ്രീകൃഷ്ണനോ യേശുക്രിസ്തുവോ മുഹമ്മദ് നബിയോ ഈ ലോകത്ത് നിന്ന് പ്രത്യക്ഷമായപ്പോൾ ആകാശം നിശ്ചലമായില്ല. സായിബാബ മരിച്ചപ്പോൾ ചന്ദ്രൻ നിശ്ചലമായില്ല. ഭൂമിയിലെ ഒരു സൃഷ്ടിജാലങ്ങളും മുടങ്ങിപ്പോയില്ല. എല്ലാം ഇവിടെ നിലനിന്നു. ആരാ ഇതിനെ നിലനിർത്തിയത്? ആരാണ് സൂര്യനെ ഉദിപ്പിച്ചത്? ആരാണ് ചന്ദ്രനെ നിലനിർത്തുന്നത്? ഇതെല്ലാം ചെയ്ത ലോകത്തിന്റെ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, അവനെയാണ് ലോകത്ത് നമ്മൾ ക്ഷണിക്കുന്നത്. വരൂ, ഗുരുവായൂരിലേക്ക് വരൂ, വരൂ മമ്പറത്തേക്ക് വരൂ, വരൂ ഭീമാപള്ളിയിലേക്ക് വരൂ, ഉള്ളാളത്തേക്ക് വരൂ എന്ന് നമുക്ക് പറയാനില്ല. വരൂ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനിലേക്ക്, നിങ്ങളുടെ കൈവിരലുകൾ ശരിപ്പെടുത്തിയ നിങ്ങളുടെ നാഥനിലേക്ക്, നിങ്ങളുടെ ഹാർട്ട് ക്ലിയർ ചെയ്ത നിങ്ങളുടെ നാഥനിലേക്ക്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ അധീശാധികാരിയിലെ അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. സൂറത്ത് ത്വാഹ 20ാം അധ്യായം 50ാമത്തെ വചനമാണ്. അല്ലയോ മൂസ, നീ പറയുന്ന ദൈവം ആരാണ്? മൂസ ആരാണ്? എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും അതിനാവശ്യമായ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്ത എന്റെ റബ്ബ്. മലക്കും ജിന്നും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിയും ലോകത്ത് ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് കണിശമായി പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടോളം കാലം കേരള മണ്ണിൽ പ്രബോധനം ചെയ്തത് ഈ ഒരു ആശയമാണ്. ഈ ആശയത്തിനെതിരായി ഒരപശബ്ദം പോലും കേരളക്കരയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകനും അല്ലാഹുവല്ലാത്തവരെ വിളിക്കാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ ആരാധിക്കാമെന്നോ പറഞ്ഞിട്ടില്ല. കടലിൽ വീഴുമ്പോൾ, വെള്ളത്തിൽ വീഴുമ്പോൾ, പുഴയിൽ നീന്തിപ്പോകുമ്പോൾ അല്ലാഹുവല്ലാത്തൊരു ജിന്നിനെ വിളിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആരും അത് പ്രബോധനം ചെയ്തിട്ടില്ല. എല്ലാം ആരോപണം. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, തോന്നിയാസം പറയുകയാണ്. എന്നിട്ട് പരസ്പരം തമ്മിലടിച്ച് കാലം കഴിച്ച് ശത്രുക്കളെ സന്തോഷിപ്പിച്ച് ഇബ്ലീസിനെ സന്തോഷിപ്പിച്ച് നല്ലൊരു എനർജി നഷ്ടപ്പെട്ടു പോവുകയാണ്. എനിക്കൊക്കെ അറിയാം, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു എളിയ പ്രബോധകനാണ്. ജീവിതത്തിന്റെ പരമാവധി സമയങ്ങളെല്ലാം പബ്ലിക്കിൽ ജനങ്ങളോട് തീവ്രവാദത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, നബിനിന്ദക്കെതിരെ, അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, കുടുംബ ശൈഥില്യങ്ങൾക്കെതിരെ, സാമ്പത്തികമായ ക്രമക്കേടുകൾക്കെതിരെ ജീവിതത്തിന്റെ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ നവോത്ഥാന ജൈത്രയാത്രയുടെ ഇന്നലകളെ, ഓർമ്മകളുടെ സ്മൃതിപഥങ്ങളിൽ ഓർത്തെടുത്ത് നാം നോക്കുമ്പോൾ കനൽപഥങ്ങളിലൂടെ നടന്നു നീങ്ങിയ മഹാന്മാരായ വലിയ വ്യക്തിത്വങ്ങൾ പടുത്തുയർത്തിയ ഒരു ആദർശ പ്രസ്ഥാനം. ഈ ആദർശ പ്രസ്ഥാനം കേരള മണ്ണിലെ ജനങ്ങളെ വിദ്യാഭ്യാസം പഠിപ്പിച്ചു, സ്ത്രീകളുടെ മഹത്വം പഠിപ്പിച്ചു, പെൺകുട്ടികളെ ജീവനോടെ കൊഴിച്ചു മൂടരുത് എന്ന യാഥാർത്ഥ്യം ലോകത്തെ പഠിപ്പിച്ചു. എവിടെയും ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഗൗരവമായ പഠനങ്ങളാണ് ജനങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയ പ്രസ്ഥാനം. സമസ്തയിലെ ഒരുപാട് ആളുകൾ അവരുടെ ശിർക്കിന്റെ കൂടാരം വിട്ട്, ബിദ്അത്തിന്റെ കൂടാരം വിട്ട് തൗഹീദിന്റെ കൂടാരത്തിലേക്ക് ചേക്കേറി. അതെ, അതാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. ധാരാളം മുസ്ലിങ്ങൾ മഹത്തായ സാൽവേഷനിലൂടെ, മഹാസമ്മേളനങ്ങളിലൂടെ, നമ്മുടെ ക്യാമ്പയിനുകളിലൂടെ, ദി ലൈറ്റിലൂടെ, നന്മയിലേക്ക് ചിന്മക്കെതിരെ എന്ന ക്യാമ്പയിനിലൂടെ, അറിവ് സമാധാനത്തിന് എന്ന ക്യാമ്പയിനിലൂടെ, MSMന്റെ പ്രോഫ്കോണിലൂടെ, അനവധി വിജ്ഞാനത്തിലൂടെ, മതം ഗുണകാംക്ഷയാണ് എന്ന നമ്മുടെ ക്യാമ്പയിനിലൂടെ കേരള ജനത ഒരു പുതിയ വെളിച്ചത്തിലേക്ക് എത്തുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴവട്ടക്കാലം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദൈവത്തിന്റെ മഹിതമായ ചരിത്രത്തിരിക്കാൻ നമുക്ക് സാധിച്ചു. അതിനിടയിൽ അതിനെ നശിപ്പിക്കാൻ, അതിനെ തകർക്കാൻ ജീവിതത്തിൽ കിട്ടിയ ഏതൊരു സെക്കൻഡും ചെലവഴിച്ച കേരളക്കരയിലെ ഏറ്റവും വലിയ പ്രബോധനത്തിന് തടസ്സം നിൽക്കുന്ന മടവൂർ വിഭാഗം, അവരുടെ കുതന്ത്രമായ പരിശ്രമങ്ങൾക്ക് ചില നേതാക്കന്മാരുടെ പിന്തുണ കിട്ടിയത് കൊണ്ടാണ് മുജാഹിദ്
പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മടവൂരികൾ വാദിച്ച എല്ലാ ദുഷിച്ച വാദങ്ങളും ഇതിന്റെ ലീഡർമാരിൽ ചിലർ ഏറ്റെടുത്തു. അവരുടെ കുഫ്രിയത്ത്, അവരുടെ അന്ധവിശ്വാസം, അവരുടെ ഹദീസ് നിഷേധം, അവരുടെ പ്രവാചകനെതിരെയുള്ള ധിക്കാരം, അത് കേരള നദുവത്തുൽ മുജാഹിദിന്റെ ചില ലീഡർമാർ ഏറ്റെടുത്തപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന ആളുകൾക്ക് തോന്നിയത്. എന്നാൽ കഴിഞ്ഞ 27 കൊല്ലക്കാലം ചെറുപ്പം മുതലേ ഇസ്ലാഹി രംഗത്ത് പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്ത എന്നെ പോലെയുള്ള ആളുകൾ ഇന്ന് വരെ ഒരന്ധവിശ്വാസത്തിന്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല, ഒരു ശിർക്കിന്റെ ലാഞ്ചന ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രസംഗം കേട്ട് ഒരാളും ശിർക്കിലേക്ക് പോയിട്ടില്ല, അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടില്ല, ഹദീസ് നിഷേധത്തിലേക്ക് പോയിട്ടില്ല. മാത്രവുമല്ല, ഒരു വലിയ ദുരന്തം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വിശിഷ്യ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ അറിയുന്ന, സുന്നത്ത് അറിയുന്ന, മൻഹജുസ് സലഫ് അറിയുന്ന, ഏറ്റവും തഖ്വയുള്ള, കൂടുതൽ ദീനുള്ള ആളുകളെ KNMന്റെ നേതൃത്വത്തിന് വേണ്ട. ഞങ്ങൾക്ക് ആവശ്യം കോടികളുണ്ടോ? നിങ്ങൾക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ആകാം, പ്രസിഡന്റ് ആകാം, അതുപോലെ അസിസ്റ്റന്റ് ആവാം, ഖജാൻജി ആവാം. നിങ്ങൾക്ക് വിജ്ഞാനമുണ്ടോ? എങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ വിജ്ഞാനമുള്ളവർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ, പിന്നെ നിങ്ങൾ കൊള്ളരുതാത്തവരാ, നിങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ്. നിങ്ങൾ 10 കൊല്ലം ഞങ്ങളുടെ മെമ്പറിൽ ഏറ്റവും നല്ല ഖുതുബ നടത്തിയാലും നിങ്ങൾ ഞങ്ങൾക്കെതിരായി, ഞങ്ങളുടെ തോന്നിയാസത്തിനെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കരുവേപ്പിലയാണ്, കൊള്ളരുതാത്തവരാണ്. അത് ഹുസൈൻ സലഫി ആയാലും ആരായാലും ഏത് പണ്ഡിതനായാലും ഞങ്ങൾക്ക് പണ്ഡിതന്മാരോടല്ല പണക്കാരോടാണ് ഞങ്ങളുടെ കൂറ് എന്ന് പ്രഖ്യാപിച്ച ഈ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത ഒരു തരം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ കൂട്ടിപ്പിടിച്ച് നയിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ഏത് കാലഘട്ടത്തിലും കേരളത്തിലെ ഏതേത് സന്ദർഭങ്ങളിലും നിങ്ങൾ നോക്ക്, നബിദിനം ശുദ്ധമായ പ്രവാചകന് ഇഷ്ടമില്ലാത്ത ഒരു ബിദ്അത്ത് അത് അരങ്ങ് തകർക്കാൻ പോവുകയാണ്. അതിന്റെ മറവിൽ ശിർക്ക് വരാൻ പോകുന്നു. എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ റസൂലിലേക്ക് അഭയം പ്രാപിച്ച് അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, അദ്ദേഹം മരിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം നടന്ന വാദപ്രതിവാദം പോലും തിരുവനന്തപുരത്ത് നടന്ന ഖുറാഫികളുമായുള്ള വാദപ്രതിവാദം പോലും റസൂൽ എല്ലാം കാണും, എല്ലാം റസൂൽ മരിച്ചാലും എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് റസൂലിനോട് പ്രാർത്ഥിക്കാം എന്നിടത്താണ് സമസ്തയുള്ളത്. അവരുടെ കൂരാളത്തിൽ പെട്ടുപോയ പാവപ്പെട്ട കുറെ മുസ്ലിമീങ്ങളുണ്ട്. അവർ യാഥാർത്ഥ്യത്തോടുകൂടി സത്യമാണ് എന്ന് കരുതി അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ജീവിതത്തിന്റെ പ്രാരാബ്ധ ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പടച്ചതമ്പുരാനോട് മാത്രം പ്രാർത്ഥിച്ച് പരിചയപ്പെടുത്തിയ ഇസ്ലാം നമുക്ക് നിർബന്ധമായി ഇസ്ലാം ഈ കാര്യത്തിൽ നബിയെ പറയണം പ്രവാചക, പറയുക പ്രവാചക, അല്ലാഹു നിങ്ങളുടെ ജീവനാഡിയെക്കാളും അടുത്തവനാണ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ ജീവനാഡിയെക്കാളും അടുത്തവനാണ്. ജീവനാഡിയെക്കാളും അടുത്ത ആ പടച്ചതമ്പുരാനോടാണ് ലോകത്ത് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത്. ഇതാ നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. അവനോട് പ്രാർത്ഥിക്കാതെ ഗർവ് നടിച്ചു തിരിഞ്ഞു പോകുന്നവർ നെന്യന്മാരായി നരകത്തിൽ ചെന്ന് പതിക്കും. മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ, മമ്പറൻ തങ്ങളെ കാക്കണേ, ഉള്ളാളം തങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. കാര്യകാരണ ബന്ധത്തിനതീതമായി ഇവർക്കൊക്കെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസമാണ് സമസ്തയെ ശിർക്കിലേക്ക് എത്തിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു ഊച്ചാലിൽ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോ മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അത് മൊയ്തീൻ ശൈഖ് കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. നോക്കൂ, ഒരു പർവ്വതത്തിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് ഒരാള് കാല് തെറ്റി തായോട്ട് വീണു. കിട്ടിയ പിടിവള്ളിയിൽ അയാളെ പിടിച്ചു തൂങ്ങി. അവിടെ വെച്ച് തായോട്ട് നോക്കുമ്പോൾ അഗാധ ഗർത്തമാണ്, മേലേക്കെത്താൻ യാതൊരു വഴിയുമില്ല, രക്ഷപ്പെടുത്താൻ ആരുമില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു തേട്ടമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. അത് മൊയ്തീൻ ശൈഖിനോടായാൽ, മൊയ്തീൻ ശൈഖേ, ഞാനിതാ വയനാട്ടിലെ ഇന്ന സ്ഥലത്ത് എന്നൊന്നും പറയേണ്ടതില്ല, ഞാനിതാ ഇവിടെ ഒരു വള്ളിയിൽ തൂങ്ങി ജീവൽ മരണ പോരാട്ടത്തിൽ നിൽക്കുന്നു, എന്നെ രക്ഷിക്കണേ മൊയ്തീൻ ശൈഖേ എന്ന് ഒരടിമ വിളിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ്. കാരണം
വയനാട്ടിലെ ഇന്ന് പർവ്വത ശിഖരത്തിൽ ആരും കാണാനില്ലാത്ത ഈ ഒരു പ്രദേശത്ത് ഞാൻ ഇങ്ങനെ ജീവൽ മരണ പോരാട്ടത്തിലാണ് എന്നെന്റെ മൊയ്തീൻ ശൈഖ് കാണും, എന്നെ അറിയും. എന്റെ വിളി, എന്റെ മാതൃഭാഷയിലെ വിളി. കാരണം കേരളത്തിലെ സാധാരണക്കാർക്ക് അറബി അറിയില്ലല്ലോ. മൊയ്തീൻ ശൈഖ് ആണെങ്കിൽ മലയാളി ആയിരുന്നില്ല. മൊയ്തീൻ ശൈഖ് മലയാളി ആയിരുന്നില്ല. മൊയ്തീൻ ശൈഖിനെ പർവ്വതത്തിന്റെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുകയാണ്, മൊയ്തീൻ ശൈഖെ കാക്കണേ. ഈ കാക്കണേ എന്ന പദം അറബിയല്ല, മലയാളമാണ്. മൊയ്തീൻ ശൈഖ് മലയാളിയായിരുന്നു അല്ല. മൊയ്തീൻ ശൈഖിന് ലോകത്തിലെ എല്ലാ ഭാഷയും തിരിയും എന്നാണോ? എങ്കിൽ അത് അല്ലാഹുവിന്റെ സിഫത്താണ്. പടച്ചവനിലേക്ക് പടപ്പുകളെ പങ്കു ചേർക്കുന്ന ശിർക്ക് നോക്കൂ. അവിടെ വെച്ച് ആ പിടിവള്ളിയിൽ വെച്ച് മലക്കെ രക്ഷിക്കണേ എന്നാണ് അവൻ പറയുന്നതെങ്കിൽ അത് ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേ എന്നാണ് അവൻ പറയുന്നതെങ്കിൽ അത് ശിർക്കാണ്. പ്രവാചകരെ എന്നെ രക്ഷിക്കണേ എന്നാണ് അവൻ പറയുന്നതെങ്കിൽ അത് ശിർക്കാണ്. ശ്രീരാമ രക്ഷിക്കണേ എന്നാണ് പറയുന്നതെങ്കിൽ അത് ബൗദ്ധൈവത്വമാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് മാറി പടച്ചവനെ നീ എന്നെ രക്ഷിക്കണമേ. കാരണം അല്ലാഹു എല്ലാം കാണുന്നു, അല്ലാഹു എല്ലാം അറിയുന്നു. ഒരടിമ, എന്റെ ഒരടിമ ഇவ்விதമാകും എന്ന് പടച്ചതമ്പുരാൻ അറിയാം. ആ അല്ലാഹുവിന്റെ വിധിയാണ് അവൻ ആ പർവ്വതത്തിൽ താഴോട്ട് വീണത്. 10 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് തൂങ്ങിക്കിടക്കുമ്പോഴും അവനറിയാം എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബെന്നെ അറിയുന്നുണ്ട്. ആ പടച്ചവനെ വിളിക്കുന്നത് പടച്ചവൻ കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി എന്നെ സഹായിക്കും എന്ന വിശ്വാസത്തിലാണ്. അതെ, അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാനുള്ള ഏക കഴിവ് പ്രപഞ്ചത്തിന്റെ നാഥന് മാത്രമാണ്. ആ കഴിവ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അത് മലക്കിനില്ല, ജിന്നിനില്ല, ലോകത്തൊരു സൃഷ്ടിജാലങ്ങൾക്കുമില്ല, ഒരു പ്രവാചകനുമില്ല, ഒരു ബീവിക്കില്ല, ഒരു ദേവിക്കില്ല. ഇസ്ലാം സമഗ്രമായത് പഠിപ്പിച്ചു. ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് നബി പറഞ്ഞു, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. അല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി പ്രവാചകന്റെ കക്ഷത്തിൽ വെള്ള കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉറങ്ങാതെ ബദറിൽ സ്വഹാബത്ത് ഉറങ്ങി, നബി ഉറങ്ങിയില്ല. ഉറങ്ങാതെ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ റസൂൽ, സ്വഹാബത്ത് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, ആ ഇസ്തിഗാസ അത് അല്ലാഹുവിനോട് മാത്രമാണ്. നേരെ മറിച്ച് ഒരു യുദ്ധത്തിന് പോവുകയും കേരളക്കരയിലെ സമസ്തക്കാരായ ആളുകൾ അർഹതപ്പെട്ട ഒരു യുദ്ധത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ സമസ്തയിൽപ്പെട്ട ആളുകൾ ഇവിടുത്തെ ഇന്ത്യയുടെ പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ മൊയ്തീൻ ശൈഖിനോട് ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കാണ്, ബൗദ്ധൈവത്വമാണ്. അല്ലാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. അതെ, അത് ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ. ആഴക്കടൽ, 5 ഇരുട്ടറകൾ, ആകാശമേലാപ്പിന്റെ രാത്രിയുടെ ഇരുട്ടിൽ, കാർമേഘത്തിന്റെ ഇരുട്ടിൽ, തിരമാലകളുടെ ഇരുട്ടിൽ, ആഴക്കടലുകളുടെ ഇരുട്ടിൽ, മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ടിൽ, 5 ഇരുട്ടറകൾക്കുള്ളിൽ യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് വിജനമായ, ആരും സഹായിക്കാനില്ലാതെ ആ കടലിന്റെ അഗാധതയിൽ മഹാനായ യൂനുസ് നബി അല്ലാഹുവിനെ വിളിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. നാബൽസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇബ്നു അറബി പറയുന്ന നാബൽസ് എന്ന് പറയുന്ന പ്രദേശം തഫ്സീർ ഖുർതുബിയിൽ ആ ഭാഗം മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ആ നാബൽസിൽ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സാക്ഷാൽ അഗ്നിയിലേക്ക് വലിച്ചിട്ടപ്പോ അവിടെ നിന്ന് അല്ലാഹുവിനോടാണ് പ്രാർത്ഥന. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹ് മതി, ബരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു. അവന്റെ അടിമക്കല്ല പോരെ. അതെ, ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പ്രവാചകൻ ഒറ്റപ്പെടുകയും പ്രവാചകന്റെ സ്വഹാബത്ത് ഒറ്റപ്പെടുകയും എന്നിട്ടവർ അല്ലാഹു അല്ലാത്തൊരു സൃഷ്ടിയോട് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള ഒരു സഹായം നേട്ടം, ഒരു പ്രാർത്ഥന നടത്തിയെന്ന് ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ആരും അങ്ങനെ വാദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനെ വിളിക്കാം, അവരെന്റെ സഹായത്തിനെത്തും എന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ ആരും അത് പ്രബോധനം ചെയ്യുന്നുമില്ല.
അതിനെതിരെ അഥവാ ഈ ആദർശത്തിനെതിരായി ഒരു നേരിയ ശബ്ദം പോലും കേരള മണ്ണിൽ ഉണ്ടായിട്ടില്ല. ശിർക്ക് പ്രചരിപ്പിക്കാത്ത, തൗഹീദിന് വേണ്ടി ജീവിച്ച ആളുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കുകയാണ്. ഒരു മഹത്തായ സമ്മേളന നഗരിയിൽ മനുഷ്യർക്ക് വായിക്കാനും പഠിക്കാനും സോവനീറിൽ പോലും അതിന്റെ 46-ാമത്തെ പേജിൽ പോലും അബ്ദുൽ ജബ്ബാർ മൗലവി ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് ലേഖനം എഴുതി എന്ന പച്ച നുണ പ്രൊഫസർ അബ്ദു എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇതിന്റെ ഉള്ളിൽ കയറി നിഫാഖുമായി ജീവിക്കുന്ന പ്രൊഫസർ അബ്ദുന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ അല്ലാഹുവല്ലാത്ത ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാം, അതുപോലെ ബദരീങ്ങളോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരാണ് സമസ്തക്കാർ. അതെ, നിങ്ങൾക്കറിയാം, പന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താവ മുഹീസുന്നയുടെ 2ാം വോള്യം 38-ാമത്തെ പേജിൽ ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനെ വന്മളയുടെ മറുപടി അനുവദനീയമാണ് എന്നാണ്. പ്രാർത്ഥിക്കാം എന്നാണ്. മൊയ്തീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ثم قرأ وقال ربكم ادعوني استجب لكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്. പ്രാർത്ഥന അത് ആരാധനയാണ്, ദുആ അത് ആരാധനയാണ്. അത് അല്ലാഹു അല്ലാതെ ഒരു പടപ്പിനോടും ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചക തിരുമേനിയോട് പോലും അത് പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ ഇസ്ലാം ചെയ്തത്. പ്രിയപ്പെട്ട സമസ്തക്കാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, അല്ലാഹു നൽകിയതാണ് നമുക്കെല്ലാം, അല്ലേ? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. അല്ലാഹുക്ക് പുറമെ ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും ആരും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും ആരും സൃഷ്ടിച്ചിട്ടില്ല. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും ലോകത്തൊരാളും അധീനപ്പെടുത്തിയിട്ടില്ല. ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനം, ഖുർആനിലെ 22-ാം അധ്യായം 73-ാമത്തെ വചനം, അല്ലേ? എത്ര വ്യക്തമാണ്. അതുകൊണ്ട് സമസ്തക്കാരെ ഒരു മുട്ടുസൂചി പോലും ഒരു മഹാനും സൃഷ്ടിച്ചിട്ടില്ല. ഒരു മഹാനും, അവരൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് വല്ലദീന തദഊന മിൻ ദൂനിഹി മിൻ ദൂനില്ലാഹി, പടച്ച തമ്പുരാനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, അവർ മരിച്ചുപോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല. 16-ാം അധ്യായം 20-21 വാചകങ്ങളാണ്. ഇങ്ങനെ ശക്തമായി യുക്തിയുക്തം ശക്തമായി ഇസ്ലാം ക്ലിയറായി മനുഷ്യന്റെ മുമ്പിൽ ഒരു തൗഹീദ് വരച്ചു കാണിച്ചു. തീർന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങൾ മനുഷ്യന്റെ കൂടപ്പറപ്പാണ്. രോഗം, ആ സമയത്ത് ഡോക്ടറെ അടുത്ത് പോകും, മരുന്ന് കുടിക്കും, എന്നാൽ അതോടൊപ്പം പ്രാർത്ഥിക്കും, പടച്ചവനെ എന്റെ രോഗം മാറ്റണേ. ആ സ്ഥാനത്ത് ജിന്നെ എന്റെ രോഗം മാറ്റണേ, മലക്കെ എന്റെ രോഗം മാറ്റണേ, അമ്പിയാക്കളെ എന്റെ രോഗം മാറ്റണേ, ഔലിയാക്കളെ എന്റെ രോഗം മാറ്റണേ, ഗുരുവായൂരപ്പ എന്റെ രോഗം മാറ്റണേ, മുഹമ്മദ് നബിയെ എന്റെ രോഗം മാറ്റണേ എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. ശിർക്കൽ വിശ്വാസമാണത്. രോഗം മാറ്റുന്നതും പടച്ച തമ്പുരാനാണ്. രോഗം മാറ്റുന്നവൻ പടച്ച തമ്പുരാനാണ്. രോഗം തരുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് വൈദാ മരിതു ഫവയശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നത് അല്ലാഹുവാണ്. രോഗം തരുന്നത് അല്ലയല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പഠിപ്പിച്ചത്. രോഗം നിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്, നിന്റെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നതാണ്. രോഗം മാറ്റുന്നത് അല്ലയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വൈദാ മരിതു ഫവയശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. രോഗം തരുന്നതല്ലയാണ്, ശിഫയാക്കുന്നതല്ലയാണെന്നല്ല. രോഗം വന്നാൽ അത് ശിഫയാക്കുന്നവൻ അല്ലയാണ്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥാവിശേഷത്തിൽ ഗൗരവമായി പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും അല്ലാഹുവിനോടാണ്. ഇത് വാശിയുടെ വിഷയമല്ല, കല്ലേറിന്റെയോ കൂക്കുവിളികളുടെയോ വിഷയമല്ല.
തൗഹീദ് അജഞ്ചലമാണ് എന്ന് പറഞ്ഞ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ അജഞ്ചലം എന്ന വാക്കുകൊണ്ട് അത് അജഞ്ചലമാവില്ല, അജയ്യമാണ് എന്ന വാക്കുകൊണ്ടും അത് അജയ്യമാവില്ല. ശിർക്കിന്റെ വിശ്വാസങ്ങളിൽ നിന്ന് കൃത്യമായി കരകയറാത്ത ഒരു സൊസൈറ്റിക്ക് നിലനിൽപ്പില്ല. വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുൽ അംൻ. വല്ലാത്ത വാക്കുകൾ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വം. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ, ദുൽമ ചെയ്യാത്ത ആരെങ്കിലും ലോകത്തുണ്ടാകുമോ? റസൂലല്ലാഹ് പറഞ്ഞു, ഇവിടെ ദുൽമ എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്കാകുന്ന ദുൽമ അതില്ലാതിരിക്കാൻ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സംഘാടകരും ആളുകളും എല്ലാം വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. സാമ്പത്തികമായ ബാധ്യതകൾ വലിയൊരു ബാധ്യത തന്നെയാണ് നമുക്കിപ്പോഴുള്ള ഘട്ടത്തിൽ. അതുകൊണ്ട് എല്ലാവരും അവരെ സഹായിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി പ്രസംഗത്തിനിടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം വളരെ ക്ലിയറായി മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ സെറ്റപ്പിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. ആകാശഭൂമികളുടെ സെറ്റപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ഓരോ തിങ്കളാഴ്ചയും ഓരോ ചൊവ്വാഴ്ചയും ഓരോ ബുധനാഴ്ചയും ഓരോ വ്യാഴാഴ്ചയും കടന്നു പോകുമ്പോൾ ആരാണ് ഈ രാവുകളെയും പകലുകളെയും പ്രയാണം ചെയ്യുന്നത്? ആരാണ്? ആകാശഭൂമികളുടെ സെറ്റപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും സൂര്യചന്ദ്രന്മാരുടെ സെറ്റപ്പിലും ഗോളങ്ങളുടെ ഘടനയിലും ഗോളങ്ങളുടെ സഞ്ചാരത്തിലും ഭൂമിയുടെ 23 ഡിഗ്രിയിലും ഹേമന്തങ്ങളിലും വസന്തങ്ങളിലും ഗ്രീഷ്മങ്ങളിലും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവുകളിലും ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളിലും ഗോളങ്ങളുടെ ഉള്ളിലെ ചലനങ്ങളിലും ആറ്റങ്ങളുടെ ആന്തോളനങ്ങളിലും എല്ലാം അല്ലാഹു സന്നിവേശിപ്പിച്ച അത്ഭുതകരമായ സൃഷ്ടി പ്രക്രിയ. ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് നിന്നും ഇരുന്നും കിടന്നും അത്ഭുതകരമായി പടച്ചവനെ കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം ചിന്തകളാണ് ലോകത്തിന് നഷ്ടമായത്. നമ്മുടെ വിരൽത്തുമ്പുകൾ പോലും ശരിപ്പെടുത്തിയ ലോകത്തിന്റെ തമ്പുരാൻ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നസവിയ ബനാന. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നുവോ നിങ്ങൾ? നിങ്ങളുടെ ഓരോരുത്തരുടെ വിരലടയാളങ്ങളും വ്യത്യസ്തമായി സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, ആ തമ്പുരാനാണ് നിങ്ങളെ സംവിധാനിച്ചത്. അതെ, ഈ ഭൂമി ഉണങ്ങി വരണ്ട് അതിൽ ജലഗണങ്ങൾ ഇറ്റി വീഴുമ്പോൾ, മഴത്തുള്ളികൾ ഉറ്റി വീഴുമ്പോൾ നാം പെടുത്ത ചെടികളെ പോലെ ബൽദതൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. അപ്രകാരം ഭൂമിയിലെ മുളപൊട്ടുന്ന പോലെ നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നിങ്ങളെല്ലാവരും ഈ ലോകത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒന്നാലോചിച്ചു നോക്കിയേ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മരിച്ചു പിരിയുകയാണ്. MSMന്റെ, ISMന്റെ, KNMന്റെ ഒക്കെ കേരളത്തിലെ പല പ്രവർത്തകരും നാനാജാതി മതസ്ഥരിൽ നിന്ന് ആക്സിഡന്റായി രോഗങ്ങളായി. ഞാൻ ഇന്ന് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ പോയപ്പോ എത്ര മനുഷ്യരാണ് ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂൽപ്പാലങ്ങളിൽ ത്യാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം എന്ന പടച്ചവനെ കുറിച്ച് ചിന്തിക്കാതെ മദ്യത്തിന്റെ മയക്കമരുന്നിന്റെ മദിരാശിയുടെ നീരാളിപ്പിടുത്തത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു യുവസമൂഹമുണ്ട് ലോകത്ത്. അവരെ തിരിച്ചു വിളിക്കാൻ, മോനെ പുകവലി നിനക്കാരോഗ്യത്തിന് കേടാണ് മോനെ, മദ്യപാനം നിന്റെ കുടുംബജീവിതം തകർക്കും മോനെ, നിന്നെ സൃഷ്ടിച്ച പടച്ചവരിലെ മോനെ, ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു ചോദിച്ച ചോദ്യം, പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ഇന്ന് എനിക്കൊരു അഡ്രസ് ഉണ്ട്. നിങ്ങൾ ഈ കസേരയിൽ വന്നത് മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടാണ്. ഞാനില്ലാത്ത, എന്റെ മാതാവിന്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഒരു കണികയായി ഞാൻ വളരാത്ത ആ കാലഘട്ട
കാലഘട്ടങ്ങളിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച പരമകാരുണികനായ പടച്ചതമ്പുരാൻ, അവനെ പോലെ നമ്മെ സ്നേഹിച്ച, അവനെ പോലെ നമ്മെ പരിഗണിച്ച ആരാണ് പ്രിയപ്പെട്ടവരെ? അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവൻ നൽകിയ കൈ കൊണ്ട് പിടിച്ച്, അവൻ നൽകിയ കാലുകൊണ്ട് നടന്ന് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന നന്ദികേട്, യേശുക്രിസ്തുവെ കാക്കണേ എന്ന് പറയുന്ന നന്ദികേട്, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്ന നന്ദികേട്, മലക്കുകളെയും ജിന്നുകളെയും ആരാധിക്കുന്ന നന്ദികേട്, ബീവിമാരെയും ദേവിമാരെയും ആരാധിക്കുന്ന നന്ദികേട്, അമ്പിയാക്കളെയും മൗലിയാക്കളെയും ആരാധിക്കുന്ന നന്ദികേട്, ഭൂമി ദേവിയെ ആരാധിക്കുന്ന നന്ദികേട്, കടലമ്മയെ ആരാധിക്കുന്ന നന്ദികേട്, സൂര്യനെ ആരാധിക്കുന്ന നന്ദികേട്, ചന്ദ്രനെ ആരാധിക്കുന്ന നന്ദികേട്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന നന്ദികേട്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്ക് മുമ്പ് ബസ്സിൽ ഇങ്ങനെ പാട്ട് വെക്കല്ലോ, ഒരു സ്വാതന്ത്ര്യവും ഒരു സ്വൈര്യവും ഇപ്പൊ ബസ് കിട്ടൂല അല്ലേ? അതിലെ ഒരു വരി ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ആ വരി ഇങ്ങനെയായിരുന്നു: ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും എന്നാണ് ആ വരി. എങ്ങനെ? ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിശ്ചയിക്കുന്നു മനുഷ്യ ജീവിതത്തിലെ ജയവും പരാജയവും. നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജീവിതവും പരാജയവും നിർണയിക്കുന്നത് എന്ന അന്ധവിശ്വാസം, എന്ന ശിർക്ക്, എന്ന കുഫർ ലോകത്ത് മനുഷ്യർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. നമ്മുടെ ജയാപജയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനം. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു തുറന്നു തന്നു. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ, ധർമ്മത്തിന്റെ, അധർമ്മത്തിന്റെ. നോക്കൂ, ലോകത്ത് ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം മാനവരാശിക്ക് ഉപകാരമില്ലാത്ത, ഉപകാരദായകമല്ലാത്ത ഒന്നാണെന്ന് തെളിയിക്കാൻ ലോകത്തിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മദ്യത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റവും വിശദീകരിച്ചു വിശുദ്ധ ഖുർആൻ. മലപ്പുറത്തെ പൊന്നാനിയിലും കോട്ടക്കലിലും തിരൂരിലും പരിസര പ്രദേശങ്ങളിലും ധാരാളം മുസ്ലിങ്ങൾ മദ്യപാനികളായി തീർന്നിരിക്കുന്നു. മദ്യം ഹറാമാണ് എന്നറിയാത്തവരില്ല, മദ്യം പാപമാണ് എന്നറിയാത്തവരില്ല, മദ്യം തിന്മയുടെ മാതാവാണ് എന്നറിയാത്തവരില്ല. നോക്കൂ, മാതൃത്വം, വ്രണിതമായ മാതൃത്വം, നിന്ദിക്കപ്പെടുന്ന മാതൃത്വം, വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി അവിടെ തട്ടുന്ന മാതൃത്വം, അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾ കുടിക്കുന്ന പുതിയ ലോകം. സ്വന്തം മക്കൾ പോലും കാഴ്ച വസ്തുക്കളായി പ്രദർശിക്കപ്പെടുന്ന അവസ്ഥ. അച്ഛന്റെ കാമാസക്തിയാൽ ജീവിതം തകർന്നു പോയ മക്കളുടെ ദീനരോധനങ്ങൾ. 5 യുവാക്കളാൽ നശിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഡൽഹിയിലെ ജ്യോതിയുടെ ദീനരോധനങ്ങൾ. സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തമിഴ്നാട്ടുകാരനായ ഒറ്റക്കയ്യനാൽ പീഡിപ്പിക്കപ്പെട്ട സൗമ്യയുടെ അമ്മയുടെ കണ്ണുനീരുകൾ, മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ, കുടുംബത്തിന്റെ താണിയായി തീരേണ്ട മനുഷ്യ മക്കളുടെ കണ്ണുനീരുകൾ. ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും മദ്യപാനത്തിനെതിരെ ശബ്ദിച്ച ഇസ്ലാം, അതുപോലെ ശിർക്കിനെതിരെ ശബ്ദിച്ച ഇസ്ലാം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെതിരെ ശബ്ദിച്ച ഇസ്ലാം, സ്ത്രീകളെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിനെതിരെ ശബ്ദിച്ച ഇസ്ലാം, എല്ലാവിധ അരാജകത്വങ്ങൾക്കെതിരെയും ശബ്ദിച്ച ഇസ്ലാം, മാനവ വിമോചനത്തിന്റെ പിടപ്പാട്ട് പാടിയ ദീനുൽ ഇസ്ലാം, ഉച്ചനീചങ്ങൾക്കെതിരെ വലിയ വിപ്ലവം നയിക്കാൻ കഴിഞ്ഞ പ്രവാചക ചക്രവർത്തി, കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള സംഘടനകളെ കുഴിച്ചുമൂടിയ ഇസ്ലാമിന്റെ ദർശനം. അതേ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണപറയൻ ഭരണകൂടം ബെഞ്ചമിൻ മൊളോയിസിനെ പട്ടാപ്പകൽ തൂക്കിക്കൊന്നതും, നെൽസൺ മണ്ടേലയെ പോലെയുള്ള ആളുകൾ 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് കറുത്തുപോയി എന്ന കാരണം കൊണ്ടാണ്. വ്യഭിചരിച്ചതുകൊണ്ടോ രാജ്യദ്രോഹം ചെയ്തതുകൊണ്ടോ അല്ല. നിങ്ങളിൽ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ പടച്ചവന്റെ മുമ്പിൽ ശ്രേഷ്ഠൻ തഖ്വയുള്ളവനാണ് എന്ന് പഠിപ്പിക്കുക വഴി BR അംബേദ്കർ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളൂ എന്നും, എന്തിന് ഇപ്പോഴത്തെ പി ഗോവിന്ദപിള്ള, കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ സൈദ്ധാന്തികനായ പി ഗോവിന്ദപിള്ള ഈ ലോകത്തോട് വിട പറഞ്ഞു, മരിച്ചുപോയി. അദ്ദേഹത്തോട് മരണത്തിന്റെ മുമ്പ് നടത്തിയ ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഏറ്റവും നല്ല മതം ഏതാണ്? അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ ഏത് മതത്തെയാണ് അങ്ങ് സ്വീകരിക്കുക? അദ്ദേഹം പറഞ്ഞു, പല കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോകത്ത് സ്വീകാര്യോഗ്യമായ ഒരു മതമുണ്ടെങ്കിൽ അത് ദീനുൽ ഇസ്ലാമാണ്. നോക്കണം, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ പി ഗോവിന്ദപിള്ള പറയുന്നത്
അത് ഇസ്ലാമാണ്. പുണ്യ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഇവിടെ തടിച്ചുകൂടിയ മുജാഹിദുകളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പ്രസംഗം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്ര ഗ്രാഹ്യമായി കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഒന്നറിയുക, ഏതാരോപണങ്ങൾക്കിടയിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യർക്ക് അള്ളാഹു നൽകിയ സമ്മാനം എന്ന് നമ്മൾ ഈ വിഷയാവതരണത്തിന് പേര് കൊടുത്തത്. ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെ വീടുകളിലും നമ്മൾക്ക് കയറി ചെല്ലാനുണ്ട്. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും ഉറങ്ങാത്ത വിശ്രമമില്ലാത്ത നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് ഇവിടുത്തെ സമസ്തക്കാരോട്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരോട്, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരോട്, ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട്, അതൊക്കെ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നവരോട്, അവരുടെ തെറ്റ് തിരുത്താത്തവരോട്, അവരുടെ ശിർക്ക് തിരുത്താത്തവരോട്, അവരുടെ അധികാരത്തിന്റെ തിട്ടൂരം മതി, അവരുടെ സ്വാധീനത്തിൽ ഒരു കോളേജ് മതി, അവർ ശിർക്കിലായാലും വേണ്ടിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട്, അവരുടെ ശിർക്കിനെ എതിർത്താൽ നാളെ കിട്ടാൻ പോകുന്ന ആനുകൂല്യം നിഷേധിക്കപ്പെടുമെന്ന് വിചാരിച്ച് അവരുടെ ശിർക്കിനെ തിരുത്തിയ പ്രബോധകനെ കുന്നിപിടിച്ച് പുറത്തെറിയുന്ന വൃത്തികെട്ട നേതൃത്വത്തിനെതിരെ പടപൊരുതേണ്ട കാലഘട്ടവും ഇതാണ്. ലോകത്ത് രാജകൊട്ടാരത്തിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ പ്രവാചകന്റെ അനുയായികൾക്ക് ലീഗ് മന്ത്രിമാർ വലുതാകും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നോക്ക്, 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച മഹാചക്രവർത്തിമാർ, പേർഷ്യൻ, റോമൻ, ലോകത്തിലെ ഗ്രീക്ക് സംസ്കാരങ്ങൾ, വിവിധ രാജകൊട്ടാരങ്ങളിൽ പ്രവാചകന്റെ അനുയായികളെ കടന്നു ചെന്നും ദീനുൽ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചു. മന്ത്രി പൂങ്കവന്മാരും രാജാക്കന്മാരും ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നവരാരും വിചാരിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ആദരവോടുകൂടി പറയുന്നു, ബഹുമാനത്തോടുകൂടി പറയുന്നു, ശിർക്ക് ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ മന്ത്രിയും നാളെ പരലോകത്ത് നരകത്തിലാണ്. ഇവിടെ ഏത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്താലും, ഇവിടെ ഏത് ഇലക്ട്രിക് മേഖല കൈകാര്യം ചെയ്താലും, ഇവിടെ ഏത് വകുപ്പ് കൈകാര്യം ചെയ്താലും, അന്ധവിശ്വാസിയാണോ ശിർക്കിലാണോ, നീ ഏത് തങ്ങളുടെ കുടുംബത്തിലാണോ, കാര്യമില്ല എന്ന് ലോകത്തോട് ശക്തമായി തുറന്നു പറയുക. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ അടിമകൾ രാജാവാകാം, പ്രജയാകാം, ചക്രവർത്തിയാകാം. ബിലാലിന്റെ കാലടി ശബ്ദം സ്വർഗത്തിലുണ്ട്. അതെ, ബിലാലിന്റെ കാലടി ശബ്ദം സ്വർഗത്തിലുണ്ട്. അബൂജഹൽ എന്ന ചക്രവർത്തിയുടെ, ഫിറൗൻ എന്ന ചക്രവർത്തിയുടെ, ഹാമാൻ എന്ന ചക്രവർത്തിയുടെ, ഖാറൂൻ എന്ന ചക്രവർത്തിയുടെ കാലടി ശബ്ദം നരകത്തിലാണ്, സ്വർഗത്തിലല്ല എന്ന് മനസ്സിലാക്കുക. ആസിയ ബീവിയുടെ മഹനീയമായ സ്ഥാനം സ്വർഗത്തിലാണ്. നേരെ മറിച്ച് നൂഹ് നബിയുടെ ഭാര്യയുടെ സ്ഥാനം നരകത്തിലാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ബാപ്പയുടെ സ്ഥാനം നരകത്തിലാണ്. നേരെ മറിച്ച് വിശ്വാസി സമൂഹത്തിന് മാതൃകയാകാൻ അനവധി ചരിത്രങ്ങൾ ഉദ്ധരിച്ച വിശുദ്ധ ഖുർആൻ തഖ്വ കൊണ്ടല്ലാതെ, വിശുദ്ധിയിലൂടെയല്ലാതെ, തൗഹീദിലൂടെയല്ലാതെ, മാനസിക പരിവർത്തനത്തിലൂടെയല്ലാതെ പണം കൊണ്ട് സ്വർഗം നേടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. പണക്കാര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ദരിദ്രരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. മേറാജിന്റെ രാത്രിയിൽ സ്വർഗവും നരകവും കണ്ടുവന്ന പ്രവാചകൻ, അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമേ, നീ എന്നെ മിസ്കീനായി മരിപ്പിക്കണമേ, നീ എന്നെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തിനേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് അങ്ങ് സമ്പന്നതക്കെതിരെ മിസ്കീനാകാൻ പ്രാർത്ഥിച്ചത് എന്ന ചോദ്യത്തിന് പ്രവാചകന്റെ മറുപടി, മിസ്കീന്മാർ സ്വർഗത്തിൽ നേരത്തെ പ്രവേശിക്കും. പണക്കാരെ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ കണ്ടു, അംബാനിമാരെ, അതുപോലെ തന്നെ ടാറ്റാ ബിർളമാരെ, കോടീശ്വരന്മാരെ, ഇവിടുത്തെ മുസ്ലിം കോടീശ്വരന്മാരെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ കണ്ടു. തടയപ്പെട്ടവരായി ആലോചിക്കണം. നരകത്തിലേക്കുള്ള വാതായനങ്ങളുടെ വക്കുകളിലൂടെ കടന്നു പോകുന്നതായി, രാജാധികാരം നഷ്ടപ്പെട്ടു പോയതായി. ദരിദ്രന്മാരെ, സാധാരണക്കാരെ, നിങ്ങളോടാണ് ഇസ്ലാമിന് സംസാരിക്കാനുള്ളത്. റോമൻ ചക്രവർത്തിമാർ അതുപോലെ അബൂ സുഫിയാനോട് ചോദിച്ച മഹനീയമായ ഒരു ചോദ്യമുണ്ട്. അബൂ സുഫിയാനോട് ചോദിച്ചു, ഈ പ്രവാചകന്റെ കൂടെ സമ്പന്നന്മാരാണോ, ഈ പ്രവാചകന്റെ കൂടെ ദരിദ്രരാണോ എന്ന്. ഇറാഖ്ലിയസ് ചക്രവർത്തിയുടെ ചോദ്യത്തിന് അബൂ സുഫിയാൻ പറഞ്ഞു, ദരിദ്രന്മാരാണ്. ഇറാഖ്ലിയസ് ചക്രവർത്തി പറഞ്ഞു, ലോകത്ത് സത്യപ്രവാചകന്മാരുടെ അടയാളം അവരോടൊപ്പം സമ്പന്നന്മാരെക്കാൾ ദരിദ്രരായിരിക്കുമെന്നതാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പ്രവാചക പാരമ്പര്യം ഉൾക്കൊണ്ട്, ഉലമാക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ട ഇന്നത്തെ ചില നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വലത് ഭാഗത്ത് കോടീശ്വരൻ, ഇടത് ഭാഗത്ത് കോടീശ്വരൻ, മുന്നിൽ കോടീശ്വരൻ, പിറകിൽ കോടീശ്വരൻ, കോടീശ്വരന്മാരെ തട്ടി സ്റ്റേജിൽ ഒരു
പണ്ഡിതനില്ല, അറിവുള്ളവരില്ല. അറിവുള്ള പണ്ഡിതന്മാരെ ദൂരെ വലിച്ചെറിഞ്ഞ് കോടികൾ തരൂ, ആധാരം തരൂ, ആധാരം തരൂ, ആദർശം വേണ്ട എന്ന് പറയുന്നൊരവസ്ഥാവിശേഷം ലോകത്ത് സംജാതമാവുകയാണ്. ആധാരത്തിന്റെ പിന്നാലെ പോകുന്ന, പണത്തിന്റെ പിന്നാലെ പോകുന്ന, സ്ഥാപനങ്ങളുടെ പിന്നാലെ പോകുന്ന, രാജകൊട്ടാരം വിട്ട് ജീവിതത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയ ആസിയ ബീവിയേക്കാൾ ചെറ്റക്കുടികൾ വിട്ട് രാജകൊട്ടാരത്തിലേക്കുള്ള അനന്തമായ പ്രയാണമാണ് ലോകത്ത് മനുഷ്യർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി അധ്വാനിക്കാതെ, കഷ്ടപ്പെടാതെ അന്യന്റെ സമ്പാദിച്ച് അത് സ്വീകരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. പാവപ്പെട്ട ജനങ്ങൾ ഒരു നാട്ടിൽ 10 സെന്റ് ഭൂമി കണ്ട് അത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അത് റേസ് ചെയ്ത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അതിന്റെ ആധാരം കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അവരെ ചവിട്ടി പുറത്താക്കി എന്ന് ഞങ്ങൾ തീരുമാനിക്കെന്ന് പറയുന്ന അനീതിയിലധിഷ്ഠിതമായ, അരാജകത്വത്തിലധിഷ്ഠിതമായ, ധിക്കാരപൂർണമായ സമീപനമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കെ. KNM-ന്റെ പള്ളി എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ സമസ്തയുടെ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? KNM ഒരു സ്ഥലമെടുത്തു, KNM രജിസ്റ്റർ ചെയ്തു, KNM മുജാഹിദിൽ നിന്ന് പൈസ മുടക്കി, എന്നിട്ട് KNM അവിടെ പള്ളി ഉണ്ടാക്കി. ആ പള്ളി ആ നാട്ടുകാർക്ക് താക്കോല് കൊടുക്കല അല്ല, ആ നാട്ടുകാര് പിരിവെടുത്ത്, ആ നാട്ടുകാര് ഭൂമി വാങ്ങി, ആ നാട്ടുകാര് പള്ളി ഉണ്ടാക്കി, എല്ലാം കഴിഞ്ഞ് ആധാരം KNM-ന് കൊണ്ടുപോയി കൊടുക്കും. എന്തിനാ? പോലെ പിതാക്കന്മാരുടെ തറവാട്ടിൽ കൊണ്ടുവന്ന സ്വത്ത് അല്ല, മറിച്ച് വിശ്വസിച്ചേൽപ്പിച്ച ഒരു കൃത്യമായ അമാനത്ത്. ഇപ്പൊ എന്തുണ്ടായി? ആ അമാനത്ത് കയ്യിൽ പിടിച്ച്, ആധാരം മുറുക്കി പിടിച്ച്, അതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ട് നെഞ്ഞത്ത് കാലെടുത്ത് ചവിട്ടി തെരുവിലേക്ക് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന ധിക്കാരികളും സ്വച്ഛാധിപതികളും ലോകത്ത് വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലായജിരിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകണം. അനീതി പ്രവർത്തിക്കരുത് നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. 5-ാം അധ്യായം 8-ാമത്തെ വചനം, 4-ാം അധ്യായം 135-ാമത്തെ വചനം. അതേ, നീതിയില്ലാത്ത സമീപനങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. ഇതെല്ലാം ഇവിടെ അരങ്ങ് തകർക്കുകയാണ്. നമ്മൾ പേടിക്കണം പല കാരണങ്ങളാൽ. സുന്നി മർക്കസിന്റെ എല്ലാ ആധാരങ്ങളും കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തിയ മുടിചൂടാമണ്ണനായ മുടിയുടെയോൻ കാന്തപുരത്തിന്റെ കഥ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയാണോ KNM-ന്റെ നേതൃത്വം ആധാരം ചോദിക്കുന്നത് എന്നുകൂടി ഭയപ്പെട്ടോളി. വലിയ വലിയ റിയൽ എസ്റ്റേറ്റുകാരുമായുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പണം തികയാതെ വരുമ്പോ നമ്മുടെ ആരാധനാലയങ്ങളുടെ ആധാരം പണയപ്പെടുത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, എവിടെ ആധാരം? മാസത്തിലൊരിക്കലെങ്കിലും ആധാരം എന്ത് ചെയ്തു എന്ന് ചോദിക്കണം. ആധാരം കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാം ഇവരുടെ ഓരോ കാലടികളെയും ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സത്യത്തിലാണ് കാന്തപുരത്തെ എതിർത്തത്. കാന്തപുരം നമ്മുടെ പെങ്ങളെ കല്യാണം കഴിച്ച തലാഖ് ചൊല്ലിയിട്ടല്ല. ഇവിടുത്തെ മടവൂർ വിഭാഗത്ത് നമ്മൾ എതിർത്തത് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല, ആദർശപരമായി അവർ തെറ്റിയപ്പോ, ഹദീസ് നിഷേധത്തിന് അവർ കളമൊരുക്കിയപ്പോ, ചേകന്നൂർ നിഷേധിച്ച അതേ കാര്യം സലാം സുല്ലമി നിഷേധിച്ചപ്പോ നമുക്ക് ചേകന്നൂരും CN അഹമ്മദ് മൗലവിയും സലാം സുല്ലമിയും ഒരേ പട്ടികയിലായി. അത് നാളെ TP നിഷേധിച്ചാൽ, അത് നാളെ KV നിഷേധിച്ചാൽ, അത് നാളെ ഹുസൈൻ സലഫി നിഷേധിച്ചാൽ, അത് നാളെ MM അക്ബർ നിഷേധിച്ചാൽ, അത് നാളെ സലാം ഇവിടുത്തെ സലാഹി നിഷേധിച്ചാൽ നമുക്ക് അവരൊക്കെ കണക്കാണ്. ഞാൻ നിഷേധിച്ചാൽ നിങ്ങൾക്ക് ഞാനും കണക്കാണ്. നമ്മളെ നയിച്ചതും നമ്മളെ ഒന്നിപ്പിച്ചതും മഹത്തായ ഒരാദർശമാണ്. ആ ആദർശമാണ് നമ്മളെ ഇതരിൽ നിന്ന് വ്യതിരിക്തമാക്കിയത്. ആ ആദർശമാണ് നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ചത്. ഒന്നെല്ലാരും ഓർക്കണം. ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് മനസ്സ് തെറ്റിച്ചെന്ത് പറയാനുണ്ട്. വേദിയിലിരിക്കുന്നവരോടും ഈ പ്രസംഗിക്കുന്ന എന്നോടും എല്ലാം എനിക്ക് പറയാൻ, അള്ളാഹു നിശ്ചയിച്ചൊരവധി അത് നാളെയാണോ അത് ഇന്നാണോ നമുക്കറിയില്ല. നോക്ക്,
പെരിന്തൽമണ്ണയിലെ 1-ാം തീയതിയിലെ പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്നെങ്ങാണ്ടാണ് MSMന്റെ 2 പ്രവർത്തകർക്ക് 2 വീലർ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ചെറുപ്പക്കാരൻ, 2 കുഞ്ഞുങ്ങളുള്ള നൗഷാദ് ഇന്നലെ ബാലുശ്ശേരിയിൽ ആക്സിഡന്റിൽ മരിച്ചു. മരണം നമ്മെ ചിലത് ചിന്തിപ്പിക്കേണ്ടതുണ്ട്. പടച്ചവനിലേക്ക് ഇലല്ലാഹി മർജൂക്കും ജമീഅ ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ എല്ലാവരും എന്നിലേക്ക് മടങ്ങി വരും. എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ആ മടക്കം നിങ്ങൾ കരുതിയിരിക്കണം എന്ന് അല്ലാഹു നമ്മളോട് പറയണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ജീവിത വിശുദ്ധി, കറക്റ്റായ നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സക്കാത്തുകൾ, ദാനധർമ്മങ്ങൾ, അയൽവാസി ബന്ധങ്ങൾ, സുദൃഢമായ ബന്ധങ്ങൾ, പണ്ഡിതന്മാരോട് അവരെ തിരിച്ചറിയാനുള്ള കഴിവ്. നിങ്ങൾ നോക്ക്, അത്ഭുതകരമാണ്. ഹുസൈൻ സലഫി നല്ലൊരു ഐക്യത്തിന്റെ സന്ദേശം മഹാസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ തൃശ്ശൂർ പോയപ്പോഴും പല സ്ഥലങ്ങളിലും ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള അനുഭവം എന്നറിയോ? ഹുസൈൻ സലഫിയുടെ കേസറ്റ് എല്ലാം ലൈബ്രറിയിൽ നിന്ന് എടുത്തു മാറ്റി. ഇതുവരെ ചെയ്ത പ്രസംഗത്തിനൊന്നും ഒരു ഫലവുമില്ല. ഇന്നലെ പുത്തനത്താണിക്കടുത്ത പ്രദേശത്ത് ഒരു കുട്ടി ഹുസൈൻ സലഫിയുടെ പരലോക വിഷയവുമായി ബന്ധപ്പെട്ട തസ്കിയത്തിന്റെ കേസറ്റ് കേൾക്കുമ്പോ KNMന്റെ ഭ്രാന്ത് പിടിച്ച തീവ്രവാദി, ഭീകരവാദി, കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളായി KNMന്റെ ലീഡർമാർ വളർത്തുന്ന ഖവാരിജുകൾ പറഞ്ഞു, ഹുസൈൻ സലഫിയുടെ കേസറ്റ് കേട്ട വീട്ടിന്നിറങ്ങിപ്പോയിക്കോ. എന്താ ഹുസൈൻ സലഫിയുടെ കേസറ്റിൽ അത് കേട്ടാ സ്വർഗത്തിലെത്തും. അദ്രൈമാൻ സലഫിന്റെ കേസറ്റ് കേട്ടോ, എന്നാ ലോകം കണ്ട ധിക്കാരിയും ഭീകരവാദിയും ആകും എന്ന് ബാപ്പ പ്രൊമോട്ട് ചെയ്യുകയാണ്. നല്ല മനുഷ്യന്മാരുടെ കേസറ്റ് കേൾക്കരുത്, അതെടുത്തു മാറ്റുകയാണ്. എന്തേ കാരണം? ഐക്യത്തിൽ പോകണം. ISMനെയും MSMനെയും വെട്ടിമുറിക്കരുത് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ അവസരം കൊടുക്കരുത് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. പക്ഷേ അതൊന്നും അംഗീകരിക്കാത്തവർ, അതൊന്നും സ്വീകരിക്കാത്തവർ ഹുസൈൻ സലഫിക്കെതിരെ കുരച്ചു ചാടുകയാണ്. അന്ന് തന്നെ ആ സ്റ്റേജിൽ അബ്ദുറഹ്മാൻ സലഫി അതിന്റെ പിറ്റേന്ന് മുഴുവൻ പ്രസംഗങ്ങളും അദ്ദേഹത്തിനെതിരെ തിരിച്ചു വെച്ചു. അഹങ്കാരി എന്നും ധിക്കാരി എന്നും യഥാർത്ഥ മുവഹിദല്ലെന്നും കൊള്ളരുതാത്തവനെന്നും നാവുള്ളവനെന്നും സലാം മോങ്ങമടക്കമുള്ള ആളുകൾ ഹുസൈൻ സലഫിയെ വിളിച്ചു. 1000 പ്രസംഗം ചെയ്തിട്ട് കാര്യമില്ല, സലഫിക്ക് തെക്കുവയില്ല എന്ന് വരെ സലാം മോങ്ങം പ്രസംഗിച്ചു. അതെല്ലാം ജനങ്ങൾ കേൾക്കേണ്ടതാണ്, ജനങ്ങളെ പഠിപ്പിക്കേണ്ടതാണ്. ആരോഗ്യപരമായി കഴിയാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ഉപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, എനിക്കറിയാം ഇന്ന് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് എനിക്ക് ഇത്രയെങ്കിലും സംസാരിക്കാൻ സാധിച്ചത്. നിങ്ങൾ നേരത്തെ കേട്ട പോലെ നാളെയും മറ്റന്നാളും ഒക്കെ വരുന്ന ഫെബ്രുവരി ലാസ്റ്റ് വരെ ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ പ്രസംഗമുള്ളത് കൊണ്ട് നാളെ എന്താകും എന്നെനിക്കറിയില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മളൊക്കെ ആലോചിക്കണം. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല. ആ ദൗത്യം എന്നത് നിങ്ങൾ ഒരാളും വിചാരിക്കരുത് മരണത്തോടുകൂടി ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന്. വരാനിരിക്കുന്ന ഒരു ലോകം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലം ലോകത്ത് ജീവിച്ചു, 23 കൊല്ലം പ്രവാചകനായി ജീവിച്ചു. ആരും നബിയുടെ ജന്മദിനം കൊണ്ടാടിയില്ല. 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 റബീഉൽ അവ്വൽ വന്നു, ആഘോഷിച്ചില്ല. സമസ്തക്കാരും സെൻസിംഗിൽ അത് അംഗീകരിക്കുന്നുണ്ട്. ഹിജ്റ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നബിദിനം എന്ന ആഘോഷം ഉണ്ടായത്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഉത്തമമായ തലമുറ, ഉത്തമമായ തലമുറ. ആ തലമുറയിൽ മിലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ആഘോഷമില്ല. നിങ്ങൾ നോക്ക്, ഇത്രയും കാലം നമ്മുടെ അൽമനാറിൽ പോലും എന്തേ വന്നിട്ടുള്ളൂ? നബിദിനം എന്നാണ്. ഈ പ്രാവശ്യം നമ്മുടെ അൽമനാറിൽ മിലാദേ ശരീഫ് എന്ന സമസ്തക്കാര് കൊടുക്കുന്ന പോലെ കൊടുത്തിരിക്കുന്നു. വ്യതിയാനങ്ങളുടെ തുടക്കങ്ങളിലെ തുടക്കങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കണം, മിലാദേ ശരീഫ് എന്ന് നമ്മൾ അതിനെ വിളിച്ചിട്ടില്ല. നമ്മുടെ കലണ്ടറിൽ, അൽമനാറിന്റെ കലണ്ടറിൽ ജനുവരി നോക്കിയാൽ 24-ാം തീയതി മിലാദേ ശരീഫ് എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമല്ല, ഒരു ബിദ്അത്താണ്. ശരീഫ് എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് ഇവിടുത്തെ സമസ്തക്കാരാണ്, നമ്മളല്ല. അത് അതുപോലെ കൊടുത്തിരിക്കുന്നു. നബിദിനം എന്ന അവധി കാണിക്കാൻ നമ്മൾ കൊടുക്കാറുണ്ട്, അത് അവധി കാണിക്കാനാണ്. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ, ഓണം, വിഷു, പെരുന്നാൾ എന്നൊക്കെ കൊടുക്കുന്ന പോലെ സർക്കാർ അവധി പ്രഖ്യാപിച്ചത് കൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട്. എന്നാൽ മീലാദേ ശരീഫ്
എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനമില്ല, മടവൂരികൾക്കെതിരെ വിമർശനമില്ലെന്ന് മാത്രമല്ല, മടവൂരികളുമായി ഒന്നിക്കണം, ISM-നെയും MSM-നെയും പിരിച്ചുവിടണം, ചീനകളും മുറിച്ചു കളയണം എന്ന് വരെ അവിടെ പ്രഖ്യാപനമുണ്ടായി. ഒരു വ്യത്യസ്ത പ്രസ്ഥാനങ്ങളെ നമ്മുടെ ചരിത്രത്തിലില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് നമ്മുടെ സമ്മേളനത്തിന്റെ വ്യത്യസ്ത സെഷനുകളിൽ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. പ്രോഗ്രാം നോട്ടീസിലില്ലാത്ത ഒരു പള്ളിയിൽ അച്ഛനെ കയറ്റി നിർത്തി ശിർക്ക് പ്രസംഗിച്ചു. അതിന് അപശബ്ദമായി ആരും കണ്ടില്ല. ആ ശിർക്കിനെതിരെ ഒരക്ഷരം കണ്ടിയില്ല. നമ്മളെ ജിന്നുകളെന്നും ഇബ്ലീസുകളെന്നും വിളിച്ച MES-ന്റെ തലതിരിഞ്ഞ പ്രസിഡന്റിന് ആരും മറുപടി പറഞ്ഞില്ല. നേരെ മറിച്ച് ഐക്യത്തിന്റെ സന്ദേശം മുഴക്കിയ ഹുസൈൻ സലഫിയുടെ കോളറ വരെ പിടിച്ചു വലിച്ചു ചട്ടമ്പികളായ ആളുകൾ എന്നതാണ് വിവരം. സലഫി പറയില്ല, സലഫി എല്ലാം ഉള്ളിലൊതുക്കുന്നു എന്നതുകൊണ്ട് അതിന് സാക്ഷ്യം വഹിച്ച ചില ആളുകൾ ആ രംഗം രേഖപ്പെടുത്തുന്നുണ്ട്. 2 മണിക്കൂർ ആ ഗസ്റ്റ് റൂമിലിട്ട് അനങ്ങിയാൽ ഇവിടുന്ന് ഞങ്ങൾ അടിച്ച് ശരിയായി കളയുമെന്ന് വരെ അവരുടെ വലണ്ടിയർമാർ പറഞ്ഞു എന്നതാണ് കൃത്യമായ വിവരങ്ങൾ. സഹോദരങ്ങളെ, ഇങ്ങനെ ധിക്കാരികളുടെ, ചട്ടമ്പികളുടെ, താന്തോന്നികളുടെ, ഗുണ്ടായിസം നയിക്കുന്നവരുടെ ഒരു ടീമായി ഈ മഹാപ്രസ്ഥാനത്തെ മാറ്റിയതിൽ ചില ആളുകൾക്ക് വലിയ പങ്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്ക് ഈ വേങ്ങര പോലെയുള്ള ഒരു പ്രദേശത്തുള്ളവരോടെല്ലാം പറയാനുള്ളത്, നമ്മൾ ഒരു നിലക്കും ക്ഷീണിക്കാതെ എല്ലാ മുക്കുകളിലും ഓരോ പ്രദേശങ്ങളിലും ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ കയറി ചെല്ലണം. ഇന്നലെ തൃശ്ശൂരിലെ കയ്പമംഗലത്ത് നമ്മുടെ പ്രവർത്തകർ വീട്ടിൽ കയറി ആളുകളെ ക്ഷണിച്ചപ്പോൾ മുജാഹിദുകൾ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന നോട്ടീസ് കൊടുത്തപ്പോ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരല്ലേ എന്ന്. ആരായതുണ്ടാക്കിയത്? അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി, അഹമ്മദ് അനസ് മൗലവി, TP മദനി, IKM മന്നൂർ തുടങ്ങിയ ആളുകൾ പച്ച നുണ പ്രചരിപ്പിച്ചു. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെന്ന പെരുന്നൊണ സോവനയിൽ എഴുതി വിട്ടു പ്രൊഫസർ അബ്ദു. അങ്ങനെ കളവ് മാത്രം പറഞ്ഞ് കളവിൽ ജീവിച്ച് കളവിലൂടെ മരിക്കാൻ കൊതിക്കുന്ന നേതാക്കന്മാരോട് മത്സരയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ, വളരെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ. സഹോദരങ്ങളെ, ഹുസൈൻ സലഫിയുടെ പ്രസംഗം നിങ്ങൾക്ക് കിട്ടും ഇവിടെ. അതോടൊപ്പം അതിനുവേണ്ടി ഇറക്കിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ പൂർണ്ണ രൂപം നമ്മൾ ലെറ്ററാക്കി പ്രസിദ്ധീകരിച്ചത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ വിതരണം ചെയ്തു. നിങ്ങൾക്കറിയുമോ, KNM-ന്റെ ബാനറിൽ ഈ 13-ാം തീയതി നടക്കേണ്ട സലഫിയുടെ പരിപാടി അവരുടെ ജില്ലാ ഘടകം മുടക്കി. എന്തുകൊണ്ട്? ഐക്യത്തിന്റെ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ. നേരെ മറിച്ച് വെട്ടിമുറിക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞിരുന്നെങ്കിൽ, തമ്മിൽ ഭരിക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞിരുന്നെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിക്ക് ഇഷ്ടമാകുമായിരുന്നു. സ്വന്തം കുടുംബത്തിലും ചെന്ന് കയറിയ സ്ഥാപനങ്ങളിലും അടിയുണ്ടാക്കി മാത്രം പരിചയമുള്ളൊരു ഒരു മനുഷ്യൻ, അയാള് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അയാളുടെ കുടുംബത്തിലും അതെ, അയാൾ കയറുന്ന സ്ഥാപനത്തിലും അതെ, അയാൾ എവിടെയൊക്കെ കാലുകുത്തിയോ അതൊക്കെ കുളം തോണ്ടി പോകുന്ന വല്ലാത്തൊരവസ്ഥ. ഇത് തിരിച്ചറിയണമെന്ന് കേരള ജനതയോട് പറയും. അതോടൊപ്പം സമസ്തക്കാരോട്, നിങ്ങൾക്കെതിരെ പടപൊരുതിയ ഒരു വലിയ ടീം ഇവിടെയുണ്ട്. നിങ്ങൾക്കെതിരെ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കാത്ത ആദർശവാദികൾ ഇവിടെയുണ്ട്. മണ്ണാർക്കാടും എടമുട്ടത്തും ഹുസങ്കടിയിലും പരിസര പ്രദേശങ്ങളിലും വാദപ്രതിവാദത്തിന് ചുക്കാൻ പിടിച്ച ആൺകുട്ടികൾ ഈ സത്യപ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട്. വളർന്നു വരുന്ന അനവധി പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ ശൃംഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചെക്കവയുള്ളവർ, സൂക്ഷ്മതയുള്ളവർ, കിതാബ് തിരിയുന്നവർ, അറിവുള്ളവർ, ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഉന്നതന്മാരായ ആളുകൾ. PN അബ്ദുൽ ലത്തീഫ് മൗലവിയെ വേണ്ടാത്ത, ഹുസൈൻ സലഫിയെ വേണ്ടാത്ത, അബ്ദുൽ സുല്ലമി ആമയൂരിനെ വേണ്ടാത്ത, സുഹൈർ ചുങ്കത്തറയെ വേണ്ടാത്ത, മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രസംഗ വൈഭവമുള്ള ഹാരിസ് ബിൻ സലീമിനെ വേണ്ടാത്ത, മടവൂരികളോട് പടപൊരുതി ISM-ന് ഊടുപ്പാവ് നൽകിയ CP സലീമിനെ വേണ്ടാത്ത, TK അഷ്റഫിനെ വേണ്ടാത്ത, പ്രോഫ്കോൺ എന്ന മഹത്തായ വിദ്യാർത്ഥി സമ്മേളനത്തിൽ ചുക്കാൻ പിടിച്ച താജുദ്ദീൻ സലാഹിയെ വേണ്ടാത്ത, സാബിർ നവാസിനെ വേണ്ടാത്ത, മഹാന്മാരായ ജനമനസ്സുകളിൽ കുടികൊള്ളുന്ന പ്രബോധകരില്ലാത്ത ഒരു ചുക്കാൻ പിടിക്കുന്ന പണക്കാരുടെ ഒരു കൂട് ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല എന്ന് ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. സഹോദരങ്ങളെ, ഹക്കും ബാത്തിലും വേർതിരിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമസ്തക്കാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചിലർക്കിടയിൽ പ്രശ്നമുണ്ട് എന്നത് നിങ്ങളുടെ ആദർശം നന്നായി എന്നതിന്റെ തെളിവല്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങളുടെ
നാഗസ്വത്തിലെ പുഴുക്കുത്തിനെയും ഷിർക്കിനെയും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ പറയുന്നത്. മടവൂരികളെ, നിങ്ങളുടെ ഹദീസ് നിഷേധം നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഹദീസ് നിഷേധത്തിന് നിങ്ങൾക്ക് കുറച്ചാളെ ഇവിടെ നടർത്തിയെടുക്കാൻ കഴിഞ്ഞു. നിങ്ങളുടെ കള്ളപ്രചരണത്തിന് ഇവിടുത്തെ കുറച്ചാളെ അങ്ങോട്ട് കിട്ടി. എന്നാൽ വസ്തുത ഗൗരവമായി നിങ്ങൾ അറിയുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്മേളനം കഴിഞ്ഞു. എവിടെ പോയി അനസി, എവിടെ പോയി ഹനീഫ, എവിടെങ്കിലും ഇറങ്ങുന്നുണ്ടോ? ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനെ? നമ്മളെ മുശ്രിക്കാക്കാൻ, മുവഹിദുകളെ മുശ്രിക്കാക്കാൻ, യഥാർത്ഥ സുന്നത്തിന്റെ ആളുകൾ അന്ധവിശ്വാസികളാക്കാൻ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് നൽകാൻ, ബാക്കിയുള്ളവർക്ക് ചെന്ന് ക്ലിപ്പിംഗ് വാങ്ങാൻ, മമ്പാട്ടുകാരന്റെ വീട്ടിൽ പോകാൻ, എന്നിട്ട് മുജാഹിദുകൾക്കെതിരെ ക്ലിപ്പിംഗ് വാങ്ങാൻ, വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യാൻ, തോന്നിയാസങ്ങൾ ചെയ്യാൻ, അതേ സത്യപ്രബോധകർക്കെതിരെ ദുഷിച്ച പ്രചരണം നടക്കാൻ ഇനിയൊരു കാലഘട്ടം കേരളത്തിൽ വരാൻ പോകുന്നു. മുജാഹിദിന്റെ KNM-ന്റെ മിമ്പറുകളിൽ യഥാർത്ഥ പ്രബോധകരില്ലാതാകും. എന്നിട്ട് അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമിസ് സമാ. നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നല്ല മിമ്പറിലെ ഖതീബുമാരൊക്കെ പുറന്തള്ളപ്പെട്ടു. ഓരോ മിമ്പറുകളിൽ നിന്നും ഇന്നും നാളെയുമായി പലരും തള്ളപ്പെടും. നിങ്ങൾ നോയിക്കോളൂ. നല്ല ഖതീബുമാർ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവർ, ജനങ്ങളെ സ്നേഹിച്ചവർ, ദീന് പഠിപ്പിച്ചവർ, മനസ്സ് തട്ടുന്ന വാക്ക് പറഞ്ഞവർ എല്ലാവരും തള്ളപ്പെടും. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി നിർദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ കോക്കസ്, അദ്ദേഹത്തിന്റെ അടിമകൾ, സ്ലാവരിക്ക് വിധേയമായവർ, അവർ തോന്നിയതുപോലെ മിമ്പർ കൈകാര്യം ചെയ്യും. നമ്മൾ നേടിയെടുത്ത മിമ്പറിലെ നവോത്ഥാന ചൈതന്യം ഇവിടെ അവസാനിക്കും. ഇതെല്ലാമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഈ ദുരന്തത്തെ തിരിച്ചറിഞ്ഞ് സടകുടഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളെ പരലോകത്തെ ബോധ്യപ്പെടുത്താൻ, നരകത്തിന്റെ ഭയാനകത ബോധ്യപ്പെടുത്താൻ, ശിർക്കിന്റെ ഭയാനകത ബോധ്യപ്പെടുത്താൻ, തൗഹീദിന്റെ മേന്മ പഠിപ്പിക്കാൻ, ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരരായ സഹാബത്ത് നബിയെ സ്നേഹിച്ചത് ജന്മദിനം കൊണ്ടാടിയിട്ടല്ല, തോരണം കൊണ്ടാടിയിട്ടല്ല, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടല്ല, ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടാടിയിട്ടല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ ദീൻ ദുൽഹജ്ജ് 9-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു. ആ ദീൻ ഇവിടെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മൻഹജു സലഫിലൂടെ മഹാന്മാരായ സഹാബികൾ, താബികൾ, ആ മാർഗങ്ങളെ ചാണിന് ചാണായി മുഴച്ചിന് മുഴമായി പിൻപറ്റിയ ലോക സലഫി സംഘങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച കൃത്യമായ ഹൃജുവായ രചത രേഖ ആ പ്രകാശപൂരിതമായ പാത അത് നമ്മുടെ മുമ്പിലുണ്ട്. ആ പാതയിലേക്ക് ജനങ്ങളെ നയിക്കുക, ക്ഷണിക്കുക, അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ക്ഷമിക്കണേ, ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും ഇവിടെ വന്നു ചേർന്നവരോടും ക്ഷമിക്കണേ എന്നാവശ്യപ്പെട്ട്, ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ട്, ശക്തമായ പ്രമേയത്താൽ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആരോഗ്യത്തിനും പ്രഭാഷണത്തിനും ഒക്കെ കഴിയട്ടെ. ഇനിയും നാളുകൾ സ്വാർത്ഥ താല്പര്യമില്ലാത്ത പ്രബോധകരുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. വഞ്ചിക്കാത്ത, ചതിക്കാത്ത, പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിലേക്ക് നയിക്കാത്ത, ഹക്ക് വിളിച്ചു പറയുന്ന ധീരന്മാരായ പ്രബോധകന്മാർ നമുക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹു ഖൈറാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നീട് വളരെ നല്ല രൂപത്തിൽ ആരോഗ്യവും ശബ്ദവും ഒക്കെ ക്ലിയർ ആകുന്ന ഒരു സമയത്ത് നിങ്ങൾ തൃപ്തിപ്പെടുമാറ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ദീന് പറയാൻ എനിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക, ചെയ്യുക, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കാരോടും ഒരു വിരോധവുമില്ല, ആരോടും എതിർപ്പില്ല. ഹക്ക് വിജയിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ആ ഹക്കിൽ കോംപ്രമൈസ് ഇല്ല. അത് ആർക്ക് വേണ്ടിയും മൂടി വെക്കുകയില്ല. അത് നേതാവ് എന്ത് വിചാരിക്കും, അനുയായി എന്ത് വിചാരിക്കും, മണ്ഡല സെക്രട്ടറി എന്ത് വിചാരിക്കും, അല്ല എന്ത് വിചാരിക്കും, അതാണ് പ്രധാനം. പടച്ചോൻ എന്ത് വിചാരിക്കും, ലോകത്തിന്റെ തമ്പുരാൻ എന്ത് വിചാരിക്കും, അവന്റെ മഹ്ശറയിൽ എന്റെ സ്ഥിതി എന്താകും, ഇത് ഓർക്കുക. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു വലിയ പ്രതിജ്ഞ ചെയ്യുക. അള്ളാന്റെ ദീനിനി മുതൽ കൃത്യമായി
കൃത്യമായി നാനാജാതി മതസമൂഹത്തിന് നമ്മൾ നിർവഹിക്കും എന്ന് നമ്മൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള ദേവത്തൊക്കെ മരവിച്ച് കിടക്കുന്ന ഒരു മട്ട. ഈ കോലത്തിൽ പോവുകയാണെങ്കിൽ അതൊക്കെ നിന്നു പോകുന്ന ഒരവസ്ഥയിലുമാണ് കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് നമ്മൾ തന്നെ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. നമ്മൾ ദേവത്ത് നടത്തിയവരാണ്, ദേവത്തിന് ലോകത്തിന് മാതൃക കാണിച്ചവരാണ്. പിന്നീട് പല സംഘങ്ങളും അനുകരിച്ച് നമ്മുടെ സാൽവേഷനെയാണ്, നമ്മുടെ ലൈറ്റ് എക്സിബിഷനെയാണ്, അതുപോലെയുള്ള ഈ എക്സിബിഷനുകളാണ്. ഇതെല്ലാം നമ്മൾ സമൂഹത്തിന് നന്മ പകരാനും മതം പഠിപ്പിക്കാനും നമ്മൾ കണ്ടെത്തിയതാണ്. ഇത് നമ്മൾ സ്വീകരിക്കുക. നിങ്ങൾ ഇതിന്റെ സംഘാടകർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ നൽകുക. ഇതുപോലെ മനസ്സിന്റെ വേദനകളെ നമ്മൾ തുറന്നു വെക്കുകയും മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീനിനെത്തിക്കുകയും നാളെ ഒരൊറ്റ മുസ്ലിമും നമുക്കെതിരെ പരലോകത്ത് പരാതി പറയരുത്, അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മതം ഇവരെത്തിച്ചു തന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പടച്ച തമ്പുരാൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുകയും എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ഹക്കും ബാത്തിലും വേർതിരിച്ച് ആ ഹക്കിന്റെ പിന്നാലെ പോയി ഹക്കിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഖുർആൻ സുന്നത്തും ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ആ വിഷയത്തിലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഡോക്ടർ പി.കെ. അബ്ദുൾ റസാഖ് സുല്ലമിയുടെ 19 രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതുവഴി ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചരിത്രത്തെയും ഖുർആനിനെയും ഒക്കെ അതുമായി ബന്ധപ്പെട്ട വേരുകൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി, അതിന് കേസറ്റ് ഒക്കെ നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ചരിത്ര ഭൂമികളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിപണനത്തിനുണ്ട്. അതെല്ലാരും വാങ്ങണം. അതുപോലെ ഹദീസ് നിഷേധത്തിന്റെയും മടപുരിസത്തിന്റെയും ചേകന്നുരിസത്തിന്റെയും ഒക്കെ അപകടങ്ങൾ സൂചിപ്പിക്കുന്ന വ്യത്യസ്ത പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനക്കുണ്ട്. അതൊക്കെ നിങ്ങൾ വാങ്ങണം. ജീവിതത്തിൽ പകർത്തേണ്ട പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ചാർട്ടുകൾ ഇവിടെ വിൽപ്പനക്കുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ നടക്കുന്ന വ്യത്യസ്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കൃതികൾ